എനിക്ക് വിശേഷം. ആക്ച്വലി നിങ്ങൾ എന്റെ ഷോ കാണാറില്ലേ? ആണോ? എന്നുവെച്ച് നിങ്ങൾക്ക് അറിയാമല്ലേ ഞാൻ എങ്ങനെയാ വർത്താനം പറയുന്നത്, പ്രേക്ഷകർ എങ്ങനെയാ നിങ്ങളെ കാണുന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാണ്ടല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രേക്ഷകർ വന്നേച്ചും ചോദിക്കും, ആ കൊച്ചു ഇത്രയും വായിട്ട് അരച്ചേച്ച് എന്റെ ഒന്ന് വർത്താനം പറയാൻ മേലായിരുന്നു. ആ ആക്ടിങ് അല്ലാതെ തന്നെ ഇഷ്ടം? ഓക്കെ, അന്നയ്ക്ക് ഡാൻസാ ഇഷ്ടം? ആക്ടിങ് അല്ലാതെ ആക്ടിങ് തന്നെ. ഞാൻ ചേച്ചി പാട്ടും പഠിച്ചിട്ടുണ്ട്. മോനെ വേഗം കഴിച്ചൊരു പാട്ട് കേക്കട്ടെ. ചൂടുകളോ അത് തരാലോ. അതിനൊന്നും ഒരു വിഷമല്ലേ, കൊച്ചു വേഗം കഴിച്ചു. ഇതുവരെ അറിഞ്ഞില്ല ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് എന്നാ പിന്നെ അരങ്ങേറ്റം ഇനി അവസാനം അടുപ്പിന്റെ വെള്ളമൊക്കെ കയറി ഡാൻസ് കളിച്ചാലോ ഒരുമിച്ച്? ഞാൻ അതോടുകൂടി എന്റെ പ്രേക്ഷകർ പറയും, മോനെ നിനക്ക് പറ്റിയ പണി ചെയ്താ പോരേന്ന് ചോദിക്കും. ചേച്ചി ഡാൻസ് കളിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആ മനസ്സ് വെറുതെ അങ്ങനെ അറിയില്ലേ. ജോമോനെ ശരിക്കും ഫിലിമിലേക്ക് വന്നപ്പോഴേ നമുക്ക് ഈ ടേക്ക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് എടുക്കാൻ പറയും, അല്ലെങ്കിൽ അഭിനയിച്ചത് ശരിയായില്ല ഇനി ഒന്നുകൂടെ എന്ന് പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്നോ? 1-2 ടേക്കുകളൊക്കെ അപ്പൊ ടെൻഷൻ ആവും. കാരണം കൂടെ ബേസിലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അയ്യോ അവരോട് വെറുതെ കുറച്ച് പോസ്റ്റായിട്ട് നിൽക്കണേ. ഞാൻ ഒരു 10-12 ടേക്കോളം പോയിട്ടുണ്ട്. പക്ഷെ അവരാരും വിഷമിപ്പിച്ചില്ല, കൂടെ നിന്നിട്ടുണ്ട്. അതല്ലേ ഏറ്റവും നല്ല. ബാക്കി ആർട്ടിസ്റ്റ് ഒക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ്. അന്നൊക്കെ ഇപ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തില്ലേ ഇന്നസെന്റ് ഫിലിമില്? ഇന്നസെന്റില് എല്ലാം സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോ കുറച്ച് ടേക്ക് എടുത്താൽ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അവരെ നമ്മൾ കംഫർട്ടബിൾ ആക്കുക. കാരണം നമുക്ക് ആ ടെൻഷൻ, അയ്യോ ഞാൻ കാരണം ഇത്രയും ടൈം പോകുന്നു, ഇത്രയും ടേക്ക് പോകുന്നു, അപ്പൊ അവർക്ക് ദേഷ്യം ദൈവം അനുഗ്രഹിച്ച് അധികമായില്ലായിരുന്നു ഭാഗ്യത്തിന്. പക്ഷെ ഇപ്പൊ ഒരു ഷൂട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ കുറച്ചധികം ടേക്ക് വന്നു. അപ്പൊ ഞാൻ പാനിക്കായി. അപ്പൊ പക്ഷെ അവരും കംഫർട്ടബിൾ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ആശ്വാസം. ഞാനൊക്കെ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോ അല്ലേ മുകേഷ് ചേട്ടനും അമ്പിളി ചേട്ടനും ഒക്കെ കൂടെ നിന്ന് സാരല്ല ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു റെസ്ട്രിക്റ്റഡ് ആവാതെ നമുക്ക് ആ പേടി എന്നുള്ള സാധനം അങ്ങ് മാറിപ്പോയി. ഇവരെല്ലാം ഫ്രണ്ട്ലി ആണല്ലോ എന്റെ കൂടെ. അതൊരു പോയിന്റ്. ഗുരുവായൂരമ്പലം ചെയ്യുന്ന സമയത്തും രാജുവേട്ടൻ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത് എന്റെ അടുത്ത് പെർഫോം ചെയ്യാൻ നമ്മള് ആ സീനില്ലേ പക്ഷിരാജന്റെ സീനില്ലേ, അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് ഒരു ചെറിയ ഡയലോഗ് പോലും മനസ്സിൽ നിൽക്കുന്നില്ല. കണ്ടതിന്റെ ഓർത്ത് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി ജസ്റ്റ് ഒന്ന് തോളി തട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ബാക്കിയുള്ളവരെ പ്രശ്നമൊന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവരെല്ലാരും കൂടെ കൂടുതൽ മിങ്കിളായപ്പോഴത്തേക്കും പരിപാടി ഒക്കെ ഒരു ധൈര്യം കിട്ടും. കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അവര് ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് പോലെ തരും അല്ലെ. നമ്മൾ അവരെ സ്റ്റാർ ആയിട്ട് കാണാതെ നമ്മളിൽ ഒരാളായിട്ട് അവര് മാറും. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്റെ ഫസ്റ്റ് ഫിലിമില് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പേടിന്ന് ഒരു സാധനം മാറി കിട്ടി. അതാ ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് ഫസ്റ്റ് ഫിലിമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അൽത്താഫിക്കയുടെ കൂടെ ഒക്കെ കോമ്പിനേഷൻ സീൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോ തന്നെ ടെൻഷൻ അടിച്ച് എണീക്കുന്നു. ഈശ്വര അവിടെ ചെന്നിട്ട് വലിയൊന്നും കുഴപ്പമുണ്ടാക്കല്ലേ. ആക്ച്വലി നിങ്ങളൊക്കെ ഡയലോഗ് കാണാൻ പഠിക്കോ? വായിക്കും. അല്ല പ്രോംപ്റ്റ് ചെയ്യുമോന്ന് ചോദിച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര. നിങ്ങൾ അപ്പൊ ഈ ഡയലോഗ് കംപ്ലീറ്റ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. 2-3 തവണ പ്രോംപ്റ്റ് ചെയ്ത് ഡയലോഗ് പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എനിക്കത് അപ്പൊ നമ്മൾ ഡയലോഗ് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുവല്ലേ? ഇല്ല, നമുക്ക് അന്നേരം വരും നമ്മൾ അങ്ങ് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡയലോഗ് ഒന്ന് വായിച്ചു നോക്കുമ്പോ ഏകദേശം പരിപാടി കണ്ടന്റ് മനസ്സിലാവുമ്പോ പിന്നെ ആ കണ്ടന്റ് ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. കണ്ടന്റ് വിട്ടുപോകാതെ പറഞ്ഞാൽ അപ്പൊ ഡബിങ്ങിന് അതങ്ങ് ചെയ്താൽ മതി. ഓ അത് ശരി. മറ്റേ പണ്ട് ഞങ്ങൾക്കൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യും. ആദ്യം നമ്മള് ഡയലോഗ് പഠിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റിങ് കിട്ടുമ്പോ നമ്മൾ അതനുസരിച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോഴത്തേക്കും കണ്ടന്റ് മിസ്സാവാതെ കാര്യങ്ങൾ പറയാം. പക്ഷെ ചിലതിൽ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോ നമ്മളത് കാണാപ്പാടം പഠിക്കും. ഓ ഓക്കെ. സ്കൂളിൽ പഠിച്ചത് പോരാഞ്ഞിട്ട് ഇപ്പോഴും പഠിക്കുന്നല്ലേ. പക്ഷെ ജോമോനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ബിക്കോസ് ഇങ്ങനെ കുറെ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ചെയ്തില്ലേ വർക്ക്സ്. രണ്ടാണ്. നമ്മള് ഇൻസ്റ്റഗ്രാമില് ഒരു കണ്ടന്റ് റീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് അങ്ങനെയല്ലേ ചെയ്യുന്നത്. സിനിമയിൽ വരുമ്പോഴത്തേക്കും മൊത്തം മാറ്റമല്ലേ. എന്ത് ചേഞ്ച് ആണ് ജോമോൻ വരുത്തിയത്? ജോമോൻ എന്നൊരു വ്യക്തിക്ക് ഫിലിമില് വന്നപ്പോ എനിക്ക് ഫാമിലിയിൽ കുറച്ച് കടവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. താമസിച്ച വീട് ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ അവരെ നല്ല ഒരു വീട്ടിലോട്ടും കൊണ്ടുവരാൻ പറ്റി. അതാണ് എന്താ പറയാ, ഒരു മകൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആക്ടർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് പടങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ ഹാപ്പിയാണ്.
ഞാൻ ചെയ്ത് നന്നായിട്ടാണോ അതോ ചീത്തയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കാർ കുറെ പേര് എന്റെ മെസ്സേജ് അയക്കാറുണ്ട്. ജോമോനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ ജോ, സത്യം ഞാൻ പറയുക. ശരിക്കും ഒരു വലിയൊരു ആക്ടർ ആവട്ടെ, എനിക്കത് എന്താ പറയുക, ഒരാളുടെ ട്രൂ ഡെഡിക്കേഷനാണ് ഒരു ഫിലിം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ജോമോന് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ശരിക്കും അത് സക്സസിലേക്ക് എത്തട്ടെ, അതാണ് ഞങ്ങളുടെയൊക്കെ പ്രയർ. ഇത് സെയിം വിഷസ് ഇന്നസെന്റ് എന്ന് പറയുന്ന മൂവി ഇറങ്ങുമ്പോൾ അന്നയ്ക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിവേ, ഈ ബിസിയുടെ ഇടയിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കാതിരുന്നതിന് താങ്ക് യു. പക്ഷേ ജോമോനെ ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പരിപാടി ഒന്നും നടക്കുകയല്ല. അടുത്ത തവണ വരുമ്പോ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് വർത്താനം പറയണം. വാക്കാന്നേ, പ്രേക്ഷകർ എല്ലാരും കേട്ടേക്ക് വന്നേ. ജോമോൻ ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞ പോലെ ഈ പുതിയ മൂവി ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ, എന്റെ പ്രേക്ഷകർ എല്ലാരും പോയി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. ഓക്കെ, സോഷ്യൽ മീഡിയ.